കൊച്ചി വെണ്ണലയിൽ നെടിയാട്ടിൽ ലൈനിൽ നെടിയാട്ടിൽ വീട്ടിലാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. മകൻ അമ്മയെ വീട്ടുമുറ്റത്ത് കുഴിച്ചുമൂടുകയായിരുന്നു. തൊട്ടടുത്തുള്ള അയൽവാസികളും മറ്റുമൊക്കെയാണ് ഈ വിവരം അല്ലെങ്കിൽ ഈ കാര്യങ്ങൾ ആദ്യം കണ്ടത്. തുടർന്ന് അവർ കൗൺസിലറെ വിവരം അറിയിച്ചു. അതിനുശേഷം പോലീസും ഈ കാര്യങ്ങൾ അറിഞ്ഞ് ഇവിടെ എത്തി. എല്ലാവർക്കും വീട്ടിലേക്ക് വരാൻ പേടിയാണ്. കാരണം പുള്ളി ഭയങ്കര വയലന്റ് ആകും, ഒച്ചപ്പാടും ബഹളമൊക്കെ ഉണ്ടാകും. ആരും എടുക്കാറില്ല. പുള്ളി വയലന്റ് സ്വഭാവമായത് കാരണം ആരും നോക്കാറില്ല. ഇങ്ങനെ ബഹളം കൂടുമ്പോഴത്തേനും ആരെങ്കിലും പോലീസിനെ വിളിക്കും, പോലീസ് വരും, അങ്ങനെയാണ്. തുടർന്ന് ഇത് സംബന്ധിച്ചുള്ള പരിശോധനകളും മറ്റു കാര്യങ്ങളുമൊക്കെ പോലീസ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. മറ്റ് വിശദമായിട്ടുള്ള ഒരു അന്വേഷണം ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടാകും. മകൻ നൽകുന്ന മൊഴി എന്ന് പറയുന്നത് അമ്മ മരിച്ചതിനെ തുടർന്ന് കുഴിച്ചുമൂടി എന്നതാണ്. അതായത് കൂടുതൽ സാമ്പത്തിക ശേഷി മറ്റു കാര്യങ്ങൾക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് അത്തരത്തിൽ ചെയ്തു എന്നാണ് മകൻ പ്രദീപ് മൊഴി നൽകിയിട്ടുള്ളത്. പക്ഷേ ഇത് പൂർണ്ണമായും പോലീസ് വിശ്വസിക്കുന്നില്ല. കാരണം പ്രദീപ് മദ്യലഹരിയിലാണ്, സ്ഥിരമായി വീട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ മറ്റ് വിഷയങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങളും പരിശോധിക്കുന്നു. ഇപ്പോൾ അസ്വാഭാവിക മരണത്തിനാണ് കേസെടുത്തിട്ടുള്ളത്. പക്ഷേ കൂടുതൽ പരിശോധനകൾ ഉണ്ടാകും. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാക്കുമെന്ന് എറണാകുളം ACP രാജ്കുമാർ അറിയിച്ചു. ഇൻക്വസ്റ്റ് നടപടികളും കഴിഞ്ഞതിന് ശേഷം പോസ്റ്റ്മോർട്ടം നടക്കും. പോസ്റ്റ്മോർട്ടത്തിലൂടെയാണ് നമുക്കൊരു ഫൈൻഡിങ്സ് പറയാൻ പറ്റും. ഇന്നലെ രാത്രിയിലോ ഇന്ന് രാവിലെ ആയിരിക്കാം. നല്ല മദ്യലഹരിയിലാണ്. ഈ സമയത്ത് നല്ല മദ്യലഹരിയിലാണ്. അതെ അതെ. ഇതിൽ ഈ പ്രദീപിന് 2 മക്കളാണുള്ളത്. അതോടൊപ്പം തന്നെ ഭാര്യയുമായി പിരിഞ്ഞാണ് താമസം. ഭാര്യയ്ക്കൊപ്പമാണ് ഒരു മകൻ താമസിക്കുന്നത്. മറ്റൊരു മകൻ ഇവിടെ ഉണ്ടായിരുന്നു. പക്ഷെ കഴിഞ്ഞ രാത്രി ആ മകൻ ഇവിടെ ഉണ്ടായിരുന്നില്ല. അതായത് അമ്മ അല്ലിയും അതോടൊപ്പം തന്നെ മകൻ പ്രദീപും മാത്രമാണ് ഇവിടെ ഉണ്ടായിരുന്നത്. തുടർന്നാണ് ഇത്തരം ഒരു സംഭവത്തിലേക്ക് കാര്യങ്ങൾ പോയിട്ടുള്ളത്. അല്ലിക്ക് 80 വയസ്സാണ് പ്രായം. മകൻ പ്രദീപിനും 50 വയസ്സ് പ്രായമുണ്ട്. വീട്ടുമുറ്റത്ത് തന്നെ കുഴിയെടുത്ത ഘട്ടത്തിൽ അമ്മയുടെ കാല് പുറത്തേക്ക് കണ്ടിരുന്നു. അതോടൊപ്പം തന്നെ ഇത്തരത്തിൽ ഒരു അസ്വാഭാവികമായ രീതിയിൽ കുഴിയെടുക്കുന്നത് സമീപവാസികളൊക്കെ കാണുകയായിരുന്നു. അങ്ങനെയാണ് വിവരം പുറം ലോകം അറിയുന്നത്. ക്യാമറമാൻ വിജേഷ് പുതുവാശ്ശേരിക്കൊപ്പം S. രാഗിൻ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.